മഴത്തോരും മുൻപേ എന്ന അതിമനോഹരമായ പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അലീന രാവിലെ അടുക്കളയിൽ ക്യാരറ്റ് അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബബിത വളരെ അലസമട്ടിൽ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. വെറുതെ അങ്ങിങ്ങി നോക്കി നടന്നിട്ട് അവൾ അലീനയോട് ചോദിക്കുകയാണ്, രാവിലെ എന്തിനാ ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ? അതറിയത്തില്ലേ, തോരൻ വെക്കാൻ. സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണ്ടേ? ഇന്ന് ചോറ് വേണ്ട, ക്ലാസ് ഉച്ചയ്ക്ക് വിടും. അപ്പോൾ കൃഷ്ണമൊക്കോ? അവൾക്കും അങ്ങനെ തന്നെയാണ്. അലീന വീണ്ടും ജോലി തുടരുകയാണ്. അതിനിടയ്ക്ക് ബബിത നഖമൊക്കെ കടിച്ച് അല്പനേരം അവിടെ ആലോചിച്ചങ്ങനെ നിന്നു. അതിനുശേഷം വീണ്ടും ചോദിക്കുകയാണ്, അല്ല, എന്നാണ് ഇവിടുന്ന് പോകുന്നത്? പോകുന്നതോ? ആര്? അതിന് മറുപടിയായി അലീനയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആംഗ്യഭാഷയിൽ ബബിത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. അല്ല, എന്തിനാണ് ഈ ആംഗ്യഭാഷ? ചേച്ചി എന്ന് വിളിക്കാൻ നിനക്ക് കുറച്ചിലാണെങ്കിൽ നിനക്കെൻ്റെ പേര് വിളിച്ചൂടെ? അലീന ചെറിയ ചിരിയോടുകൂടിയാണിത് ചോദിച്ചത്. കുറെ നാളായി അലീന ബബിതയെ സംബോധന ചെയ്യേണ്ടി വരുമ്പോൾ ചില പൊടിക്കൈകൾ കാണിച്ച് രക്ഷപ്പെടുകയാണ്. മുൻപ് എടിയെന്നും നീയെന്നും വൃത്തികെട്ടവളെന്നും ഒരുമ്പെട്ടവളെന്നും തെണ്ടിച്ചിയെന്നും ഒക്കെ വിളിച്ചിരുന്ന അതേ നാവുകൊണ്ട് അലീന ചേച്ചി എന്ന് സംബോധന ചെയ്യുവാൻ ഒരു നാണക്കേടുണ്ട് അവൾക്ക്. പക്ഷെ അലീനയുടെ ആ ചോദ്യത്തിന്റെ മുൻപിൽ ഞാൻ എൻ്റെ സൗകര്യം പോലെ എന്തെങ്കിലും വിളിച്ചോളാം, ഇത് പറഞ്ഞ് മുഖവും വീർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അലീന കുസൃതിയോടുകൂടി അവളെ ഒന്ന് നോക്കി. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അല്ല, ആര് പോകുന്ന കാര്യമാണ് നീ ചോദിച്ചത്? മാങ്ങാത്തല പോ. ഇത് പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് ബബിത ദേഷ്യത്തോടെ കിച്ചണിൽ നിന്നും ഇറങ്ങിപ്പോയി. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരിക്കുമ്പോഴും ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടു വന്ന് ഊണ് കഴിക്കാണ്ടിരിക്കുമ്പോഴും അവൾ അലീനയുടെ മുഖത്തേക്ക് നോക്കിയതുപോലുമില്ല. കുത്തിവീർത്ത മുഖവുമായിട്ടിരിക്കുന്ന ബബിതയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കൃഷ്ണജ ചോദിക്കുന്നുണ്ട്, അല്ല, ചേച്ചിയുടെ മുഖത്തെന്താണ്, കടന്തൽ കുത്തിയോ? ആ ചോദ്യത്തിന്റെ മറുപടി പോലും ദഹിപ്പിച്ചുള്ളൊരു നോട്ടം മാത്രമായിരുന്നു. വൈകുന്നേരം ബബിത ബാലചന്ദ്ര മേനോനെ ഫോണിൽ വിളിച്ചിട്ട് ഷോപ്പിങ്ങിന് പോകുവാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ബാലചന്ദ്രൻ, എന്ത് ഷോപ്പിങ്? എവിടേക്ക്? കുറച്ച് അയിലയും മത്തിയും മേടിക്കാനാണ്, മീൻ മാർക്കറ്റിലേക്ക്. എന്തു വാങ്ങാനാണ് ഷോപ്പിംഗ് എന്ന് ചോദിച്ചത് മകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ബാലചന്ദ്രമേനോന് നന്നായി മനസ്സിലായി. ഉടനെ ഗൗരവഭാവത്തിൽ അയാൾ തിരികെ പറയുകയാണ്, അതെ, നിനക്ക് ആവശ്യമുള്ളത് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരാം, നീ മെനക്കെടണ്ട. ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോയിട്ടെ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ഉടനെ അച്ഛൻ എന്തൊക്കെ അറിയണം? പേനയാണോ പെൻസിലാണോ വാങ്ങുന്നത്? അതോ മൊട്ടുസൂചിയാണോ? അമേരിക്കയാണോ അന്റാർട്ടിക്കയാണോ? എന്തൊക്കെയാ അച്ഛൻ അറിയേണ്ടത്? അല്ല, നിനക്കെന്താണ് ഇത്ര ദേഷ്യം? എന്തു വാങ്ങാനാണ് എന്ന് ചോദിച്ചത് നിനക്ക് ഗൈഡൻസ് തരാൻ വേണ്ടിയാണ്. പാലാ ടൗണിൽ കച്ചവടം നടത്തുന്ന എനിക്കറിയാം ഏതൊക്കെ കടയിലാണ് വിലക്കുറവ്, ഏത് കടയിലാണ് നല്ല സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്നത് എന്നൊക്കെ. അത് ശരി. എന്നാലേ ഇന്ന് എനിക്ക് അച്ഛൻ്റെ ഗൈഡൻസ് വേണ്ട. ഷോപ്പിങ്ങിന് നിനക്ക് പൈസ വേണ്ടേ? എനിക്ക് പൈസയും വേണ്ട. ബബിതേ, എന്തിനും ഏതിനും ഈ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതത്ര നന്നല്ല കേട്ടോ. മറ്റുള്ളവരോട് സൗമ്യമായിട്ട് സംസാരിക്കാൻ നീ ആദ്യം പഠിക്കണം. ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നില്ല, പോരെ? ചോദിച്ചത് എൻ്റെ തെറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ബബിത ദേഷ്യത്തോടെ ഫോൺ വെച്ചു. വീണ്ടും ആ ഫോണിലേക്ക് നോക്കിയപ്പോൾ അവൾക്കത് തല്ലി പൊട്ടിക്കണമെന്ന് പോലും തോന്നി. ഫോൺ കയ്യിലെടുത്ത് മേശപ്പുറത്തേക്ക് ഓങ്ങുന്നതിനിടയിൽ അവളുടെ ദൃഷ്ടി പെട്ടെന്ന് അപ്പുറത്തേക്കൊന്ന് പാളി വീണു. അലീന എല്ലാം നോക്കി നിൽക്കുകയാണ്. ബബിത ഫോണിന്റെ നേർക്ക് ഒന്നുകൂടി ദേഷ്യത്തോടെ നോക്കിയതിനു ശേഷം അത് യഥാസ്ഥാനത്തേക്ക് തന്നെ വെച്ചു. പിന്നെ മേശക്കരിയെ കിടന്ന സെറ്റിയിലേക്ക് ഇരുന്നു. മുഖം കുനിച്ച് കൈവിരലുകൾ കൂട്ടിപ്പിണച്ചുകൊണ്ട് അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ അലീന അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു. സെറ്റിക്ക് പിന്നിൽ വന്നു നിന്നിട്ട് അലീന ചോദിച്ചു, ആരോടാ നീ ദേഷ്യപ്പെടുന്നത് കേട്ടത്? അച്ഛനോടാണോ? ബബിത ഒന്നും മിണ്ടിയില്ല. അലീന സെറ്റിയോട് ചേർന്ന് നിന്ന് അവളുടെ തോളത്തേക്ക് കൈത്തലം വെച്ചു. പെട്ടെന്ന് ബബിത ആ കൈ തട്ടി മാറ്റി. അല്പനിമിഷത്തിന് ശേഷം അലീന വീണ്ടും അവളെ ഒന്ന് സ്പർശിച്ചു. ഇത്തവണ ബബിത പ്രതിഷേധിച്ചില്ല. അലീന അവളുടെ ശിരസിൽ മെല്ലെ തലോടിക്കൊണ്ട് പിൻപിൽ തന്നെ നിന്നു. എന്നിട്ട് ഒരു മൃദുസ്വരത്തിൽ വീണ്ടും വിളിച്ചു, ബബിതേ, സാരില്ല, നീ വിഷമിക്കാതിരിക്കുക. ബബിത അത് കേട്ടുകൊണ്ട് മുഖം അല്പം മലർത്തി പിൻപിൽ നിന്ന് അലീനയെ ഒന്ന് നോക്കി. നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ അയാളെ ആക്രമിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ആയുധം കൊണ്ടും കൈകാലുകൾ കൊണ്ടും മുറിവേൽപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നുണ്ട്. വലിയ മുറിവുണ്ടാക്കുന്ന വാക്കുകളുണ്ട്. നമ്മൾ ദേഷ്യപ്പെടുന്നയാൾ നമ്മളോട് ഒരു തെറ്റും ചെയ്തില്ലെങ്കിലോ? എന്തൊരു അനീതിയാണ് നമ്മൾ അയാളോട് ചെയ്യുന്നത്. അലീനയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ബബിത വീർപ്പടക്കിയിരിക്കുകയാണ്. അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അലീന വീണ്ടും അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, സാരില്ല, എല്ലാം ശരിയാവും. സ്നേഹമുള്ളവരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അലിഞ്ഞു തീരുന്നത് കൊണ്ടാണ് നമ്മുടെ വാക്കുകളുടെ കടുപ്പം പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ കൂടിപ്പോകുന്നത്. അലീന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഫോൺ ശബ്ദിച്ചു. അച്ഛനാ വിളിക്കുന്നത്. നീ ദേഷ്യപ്പെട്ടതൊക്കെ അച്ഛൻ ക്ഷമിച്ചു, ഫോൺ എടുക്ക്. ഒന്ന് മടിച്ചു നിന്ന ശേഷം ബബിത ഫോൺ എടുത്തു. അലീന പറഞ്ഞത് കൃത്യമായിരുന്നു. അങ്ങേ തലക്കിൽ നിന്നും ബാലചന്ദ്ര മേനോന്റെ ശബ്ദം. ബബിതയാണോടി? അതെ. ഷോപ്പിങ്ങിന് നീ തനിച്ചാണോ പോകുന്നേ? കൂട്ടു വേണമെങ്കിൽ അലീനയെ കൂടെ വിളിച്ചു. കൃഷ്ണമോള് വരുന്നുണ്ട് എൻ്റെ കൂടെ. ശരി. പൈസ വേണമെങ്കിൽ നീ ജ്വല്ലറിയിലോട്ട് വന്നാൽ മതി. വേണ്ട, പൈസ ഒന്നും വേണ്ട. സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചു വീട്ടിലെത്തിയേക്കണം കേട്ടോ. എത്തിയേക്കാം.
ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് ബബിത വീണ്ടും പറയുകയാണ്, അച്ഛാ ഫോൺ വെക്കല്ലേ. ആ, ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത്? അല്ല, സോറി അച്ഛാ. അത് കേട്ടതും അലീനയുടെ കണ്ണിൽ ഒരു നനവൂറി. ബബിത ഫോൺ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും അവൾ സെറ്റിക്ക് പിന്നിൽ നിന്നും തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. തനിക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്ന് ബബിത ആലോചിച്ചു. മറ്റുള്ളവരോട് സൗമ്യമായി സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? കൃഷ്ണജ കുറ്റപ്പെടുത്താറുള്ളത് പോലെ തന്നെ താനിനി ഒരു അഹങ്കാരിയാണോ? ആരോടെങ്കിലും വിരോധമുണ്ടോ എൻ്റെ മനസ്സിൽ? ബബിതയ്ക്ക് ഒന്നും വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. താൻ എത്ര ശ്രമിച്ചാലും അലീനയെ പോലെ സ്നേഹത്തോടും വിനയത്തോടും ക്ഷമയോടും പെരുമാറുവാൻ കഴിയില്ല എന്ന് അവളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓർക്കുകയാണ്. അല്പനിമിഷത്തിന് ശേഷം ആ സെറ്റിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ബബിത കൃഷ്ണജയെ വിളിച്ചു. തൻ്റെ കൂടെ ടൗണിലേക്ക് വരണമെന്ന് നിർദ്ദേശിച്ചു. അപ്പോൾ കൃഷ്ണജ, എന്തിനാ ഇപ്പോൾ ടൗണിൽ പോകുന്നേ? അതറിഞ്ഞാലേ നീ എൻ്റെ കൂടെ വരൂ. ബബിതയ്ക്ക് വീണ്ടും ശുണ്ടി കയറി. ആ, അത്രേ ഉള്ളൂ, അറിയാതെ ഞാൻ വരില്ല. കൃഷ്ണജയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്നാലേ നീ ഇപ്പോൾ വരണ്ട, നീ പോയി നിന്റെ പണി നോക്ക്. ബബിത ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് പോയി. ഇങ്ങനെ പോയാൽ താൻ ഒരിക്കലും നന്നാവില്ലെന്ന് ആ നടപ്പിൽ തന്നെ അവൾക്ക് തോന്നി. നീ ദേഷ്യം കുറയ്ക്കണം, അവൾ തന്നെത്താൻ കുറ്റപ്പെടുത്തി. എന്നിട്ട് തിരികെ ചെന്ന് കൃഷ്ണജിയോട് പറയുക, അതെ, പോണ വഴിക്ക് ഞാൻ പറയാം എന്തിനാ പോകുന്നതെന്ന്. പക്ഷേ നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് നീ പറ. കൃഷ്ണജയ്ക്ക് അതിശയം തോന്നി. വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ളതാണ് ബബിതേച്ചിയുടെ കണക്ക്. പക്ഷെ ഇപ്പോൾ ബബിതേച്ചി ഇങ്ങോട്ട് ഒത്തുതീർപ്പിന് വന്നിരിക്കുന്നു. കൃഷ്ണജയ്ക്ക് അതിശയമായി. എങ്കിലും ശരി, ഞാൻ വന്നേക്കാം എന്ന് കൃഷ്ണജ സമ്മതിച്ചു. ടൗണിൽ പോവുകയാണെന്ന് അലീനയോട് പറഞ്ഞിട്ട് ബബിതയും കൃഷ്ണജയും കൂടി സ്കൂട്ടറിൽ കയറി പുറത്തേക്ക് പോയി. അവർ തിരികെ എത്തിയപ്പോഴേക്കും സന്ധ്യയായി. രോഹിത് ഹാളിലിരുന്ന് TV കാണുന്നുണ്ടായിരുന്നു. അലീന അടുക്കളയിൽ അത്താഴമുണ്ടാക്കുന്ന തിരക്കിലാണ്. പെട്ടെന്ന് അടുക്കളയുടെ വാതിക്കൽ നിന്നുകൊണ്ട് ഒരു വിളി, അലീന ചേച്ചി. വിളി കേട്ടുകൊണ്ട് അലീന മുഖം തിരിച്ചു നോക്കി. ഡോർ കർട്ടനിൽ തെരുപ്പിടിച്ചുകൊണ്ട് ചെറിയൊരു ചമ്മലോടെ ബബിത എങ്ങനെ പകുതി മറഞ്ഞു നിൽക്കുകയാണ്. അവളാണോ എന്നെ വിളിച്ചത്? അലീനയുടെ കണ്ണുകളിൽ കർപ്പൂരം അരിഞ്ഞതുപോലെ ആയിപ്പോയി. കണ്ണു മിഴിക്കണ്ട, ഞാൻ തന്നെയാണ് വിളിച്ചത്. ഞാൻ മാത്രം ചേച്ചിന്ന് വിളിച്ചില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നല്ലോ, അതിനി വേണ്ട. ഇന്നത്തോടുകൂടി അതങ്ങ് അവസാനിക്കട്ടെ. ബബിതയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് വലിയ ജിജ്ഞാസയോടുകൂടി അലീന അവളുടെ അരികിലേക്ക് ചെന്നു. അപ്പോൾ ബബിത പറയുകയാണ്, അതെ, എൻ്റെ കൂടെ അങ്ങോട്ടേക്കൊന്ന് വരുമോ? ഒരു മിനിറ്റ്. അലീന വിസ്മയത്തോടെ വീണ്ടും അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ബബിത അലീനയുടെ മുറിയിലേക്കാണ് പോയത്. അലീന അവളെ പിൻചെന്നു. അവിടെ മേശക്കരികെ ഒരു കള്ള പുഞ്ചിരിയോടുകൂടി കൃഷ്ണജ നിൽപ്പുണ്ട്. മേശപ്പുറത്ത് കുറെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ. ബബിത അവയെല്ലാം കൂടി ഇരു കൈകൾ കൊണ്ടും വാരിയെടുത്ത് അലീനയുടെ നേർക്ക് നീട്ടി. അലീന ആശ്ചര്യ സ്തബ്ധയായിപ്പോയി. അവൾ ചോദിക്കുകയാണ്, എന്തൊക്കെയാണിത്? ഇതേ കുറച്ച് ഡ്രസ്സാണ്. ചുരിദാറ്, ലാച്ച, സാരി, ദാവണി, ഫുൾ സ്കേർട്ടും അണ്ടർ ഗാർമെന്റ്സും കർച്ചീഫുകളും സെറ്റ് സാരിയും, അങ്ങനെ കുറേ ഉണ്ട്. അലീന കണ്ണിമയ്ക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് വാങ്ങിക്ക്. എൻ്റെ 2 കൈയും കിഴക്കിയാണ്, നല്ല ഭാരമുണ്ട്. ബബിത പരാതിപ്പെടുന്നത് പോലെയാണ് പറഞ്ഞത്. അലീന ഇരു കൈയും നീട്ടി അതെല്ലാം വാങ്ങി. അപ്പോൾ കൃഷ്ണജിയുടെ കമൻറ്റ്, അതെ അലീന ചേച്ചി, ഇതൊക്കെ ബബിതേച്ചിയുടെ പാപപരിഹാരമാണ്. മുമ്പൊരിക്കെ ഒരു വെട്ടുക്കിളി വന്ന് അലീന ചേച്ചിയുടെ ഡ്രസ്സെല്ലാം തുണ്ടം തുണ്ടമാക്കി വെട്ടി നശിപ്പിച്ചില്ലേ? ഇപ്പോഴാണ് അതിൻ്റെ കുറ്റബോധം ഉണ്ടായത്. അത് കേട്ടുകൊണ്ട് ബബിത, കുറ്റബോധം മണ്ണാങ്കട്ടെ ഒന്നുമല്ല. വേറൊരിടത്തും ചെന്ന് ആരോടും പറയരുത്, ഈ വീട്ടിലൊരു ചീത്ത പെണ്ണുണ്ടായിരുന്നു, അവൾ എൻ്റെ ഡ്രസ്സെല്ലാം നശിപ്പിച്ച് കളഞ്ഞുവെന്ന്. അത്രയും പറഞ്ഞിട്ട് പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ ബബിത പെട്ടെന്ന് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി കളഞ്ഞു. അത് കണ്ടുകൊണ്ട് വീണ്ടും കൃഷ്ണജ, ചുമ്മാ പറയുക ചേച്ചി, ബബിതേച്ചി പഴയ കടം വീട്ടിയതാണ്. അല്പനേരം മൗനമായി നിന്ന ശേഷം അലീനയുടെ മനസ്സും മന്ത്രിക്കുകയാണ്. അതെ, അവൾ കടം വീട്ടിയതാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോലും അവൾ പൈസ വാങ്ങിച്ചില്ല. അവളുടെ സ്വകാര്യ സമ്പാദ്യം എടുത്ത് തന്നെയാണിത് വാങ്ങിച്ചത്. അലീന സ്നേഹത്തിന്റെ വിവശതയിലും സങ്കടത്തിലും പെട്ട് ഉലഞ്ഞു നിൽക്കുകയാണ്. കൃഷ്ണജ അവളുടെ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കൂടുകളിൽ നിന്നും തുണിത്തരങ്ങൾ ഓരോന്നായി എടുത്ത് അലീനയെ വിടർത്തി കാണിച്ചു. രൂപ എത്രയാണെന്ന് അറിയാവോ ചേച്ചിക്ക്? 7800. കള്ളിയുടെ അക്കൗണ്ടിൽ അത്രയും പൈസ ഉണ്ടായിരുന്നു. എനിക്ക് അതിശയമായിപ്പോയി. നമുക്ക് രാത്രിയിൽ ഇതെല്ലാം മാറി മാറി ഇട്ടു നോക്കണം കേട്ടോ ചേച്ചി. ഇത് പറഞ്ഞുകൊണ്ട് തുണിത്തരങ്ങളെല്ലാം കട്ടിലേക്ക് ഇട്ടിട്ട് കൃഷ്ണജയും ഇറങ്ങിപ്പോയി. അലീന കിടക്കയിലേക്കിരുന്നു. ഡ്രസ്സുകൾ ഓരോന്നോരോന്നായി എടുത്ത് മടിയിലേക്ക് വെച്ച് നോക്കി. ഒന്നും വില കുറഞ്ഞവയല്ല. ചുരിദാർ തന്നെ 4 എണ്ണമുണ്ട്. ഒരു സിൽക്ക് സാരിയും സെറ്റ് സാരിയും, ലാച്ച 2 എണ്ണം, ദാവണിയും പാവാടയും 2 എണ്ണം വീതം, 3 സെറ്റ് നൈറ്റ് ഗൗൺ. കർച്ചീഫ് പോലും ഓർമ്മ വെച്ചവൾ വാങ്ങിയിട്ടുണ്ട്. അലീനയുടെ മടിയിൽ അവയെല്ലാം ഒരു ചെറു കൂമ്പാരമായി കിടന്നു. അവളുടെ മനസ്സ് മന്ത്രിച്ചു. ഈ വീട്ടിൽ വന്ന അന്നു മുതൽ തൻ്റെ അനുജത്തി എന്തെല്ലാമാണോ തനിക്ക് നിഷേധിച്ചത് അതെല്ലാം തിരികെ തന്നു കഴിഞ്ഞിരിക്കുന്നു. അലീന ആ ചെറു കൂമ്പാരത്തിലേക്ക് മുഖമണച്ചു. പതിയെ പതിയെ നിറഞ്ഞു കവിഞ്ഞ കണ്ണുകളിൽ നിന്നും ഒഴുകി വീണ കണ്ണുനീർ തുള്ളികൾ ആ വസ്ത്രങ്ങൾ ഒപ്പിയെടുത്തു. എറണാകുളത്തേക്ക് പോകുന്ന കാര്യം അലീന രോഹിത്തിനോട് പറഞ്ഞപ്പോൾ അവൻ ആദ്യമൊന്നും മടിച്ചു. ഞാൻ വരണോ ചേച്ചി? അവരുടെ മുൻപിൽ ചെന്ന് നിൽക്കുന്ന കാര്യം ഓർക്കുമ്പോൾ വല്ലാത്തൊരു ചമ്മലുണ്ടെനിക്ക്. ആ ചമ്മൽ മാറ്റാൻ കൂടിയാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞത്. ഒടുവിൽ അലീനയുടെ നിർബന്ധത്തിന് രോഹിത്ത് വഴങ്ങി.
രോഹിത്തിനെയും കൂട്ടി അലീന എറണാകുളത്തേക്ക് പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ കൃഷ്ണജയ്ക്കും ഒരാഗ്രഹം. അവൾക്കും അലീനയോടൊപ്പം പോകണം. അതിനായി അവൾ അലീനയുടെ പിന്നാലെ കെഞ്ചിക്കൊണ്ട് നടക്കുകയാണ്. അലീന അവളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. പറയുന്നത് കേൾക്കുമോളെ, നീയും കൂടി പോന്നാൽ ബബിത ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? ആ സമയത്ത് നമ്മൾ 3 പേരും ഒരുമിച്ച്, അവൾ മാത്രം ഇവിടെ. അവൾ ഒറ്റയ്ക്കല്ലല്ലോ, അച്ഛനില്ലേ? അച്ഛൻ കടയിലേക്ക് പോയി കഴിയുമ്പോഴോ? ആ സമയത്ത് ബബിതേച്ചി ഇവിടെ TV കണ്ടോണ്ടങ്ങിരുന്നോളും. അത് ശരിയാവില്ല മോളെ, അവൾക്ക് വിഷമം തോന്നില്ലേ? നമ്മൾ 3 പേരും ചേർന്ന് അവളെ ഒറ്റപ്പെടുത്തിയതുപോലെ അവൾക്ക് തോന്നില്ലേ? എന്നാ ബബിതേച്ചിയും കൂടി നമ്മുടെ കൂടെ പോരട്ടെ. അത് ശരി. അങ്ങനെയാവുമ്പോൾ അച്ഛൻ്റെ കാര്യം ആരാ നോക്കുക? ചേച്ചി, എന്നെ കൊണ്ടുപോകാൻ മനസ്സില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ? ഇത് പറഞ്ഞ് കൃഷ്ണദ വല്ലാത്ത പരിഭവം പ്രകടിപ്പിച്ചു. ഇത് കേട്ടുകൊണ്ട് ബബിത പെട്ടെന്ന് ഇടപെടുകയാണ്. അതെ, എന്നെ ഓർത്തിട്ട് കൃഷ്ണമോളെ കൊണ്ടുപോകാതിരിക്കണ്ട. ഞാനിവിടെ തനിയെ ഇരുന്നോളാം. ശനി ഞായർ ക്ലാസ് ഇല്ലല്ലോ. തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ഇങ്ങ് വന്നാൽ മതി. പക്ഷേ അലീന ആ നിർദ്ദേശം സ്വീകരിക്കുവാൻ തയ്യാറായില്ല. അത് വേണ്ട ബബിതേ, നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഇവളെ ഞാൻ കൊണ്ടുപോവില്ല. എനിക്ക് നിങ്ങൾ 2 പേരും ഒരുപോലെ തന്നെയാ. അങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെയൊന്നുമല്ല. അവളോടാണ് അലീന ചേച്ചിക്ക് ഇഷ്ടക്കൂടുതൽ. അതങ്ങനെ വരൂ. കാരണം അവളാണല്ലോ ചേച്ചി ഇവിടെ വന്ന നാൾ മുതൽ കൂട്ടായിട്ട് കൂടെ നിന്നത്. ബബിതയുടെ ആ വാക്കുകളിൽ ഒരു പരിഭവവും കുറ്റബോധവും നൊമ്പരവും ഉണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന ഒരു വല്ലായ്മയോടെ ബബിതയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറയുകയാണ്, മോളെ, നിനക്കറിയാഞ്ഞിട്ടാ. നിന്നോടുള്ളതിനേക്കാൾ ഒട്ടും ഇഷ്ടക്കൂടുതലില്ല എനിക്ക് കൃഷ്ണമോളോട്. നീ അങ്ങനെയൊന്നും കാണരുത്. എന്തായാലും കൃഷ്ണമോളുടെ അപേക്ഷ അത് തിരസ്കരിക്കപ്പെട്ടു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഷോൾഡർ ബാഗിൽ അത്യാവശ്യം വേണ്ട ഡ്രസ്സും മറ്റും പാക്ക് ചെയ്തുകൊണ്ട് രോഹിത്ത് പോകാൻ റെഡിയായി ഇറങ്ങി വന്നു. അലീനയും പോകുവാനൊരുങ്ങി. അവൾ യാത്ര പറയുവാൻ ബാലചന്ദ്രമേനോന്റെ മുറിയിലേക്ക് ചെന്നു. നിങ്ങൾ ചെല്ലുന്ന വിവരം എറണാകുളത്ത് വിളിച്ചറിയിച്ചായിരുന്നോ? ബാലേന്ദ്രമേനോന്റെ ചോദ്യം. പൊയ്ക്കൊള്ളാൻ അച്ഛൻ സമ്മതിച്ച് ഉടനെ തന്നെ ആ കാര്യം ഞാൻ അവിടേക്ക് വിളിച്ചു പറഞ്ഞു. രോഹിത്തിനെയും കൂട്ടി ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവർക്ക് സന്തോഷമേ ഉള്ളൂ അച്ഛാ. ശരി. അല്ല, തിങ്കളാഴ്ച നിങ്ങളിങ്ങ് തിരികെ വരില്ലേ? അച്ഛാ, ചിലപ്പോൾ ഒരു ദിവസം കൂടി അവിടെ തങ്ങേണ്ടി വന്നാൽ അതിൻ്റെ ആവശ്യം എന്താണ്? അത് പിന്നെ അവിടെ എവിടെയെങ്കിലും എനിക്കൊരു ജോലി അന്വേഷിക്കണ്ടേ? അച്ഛന് അത്രയും ബുദ്ധിമുട്ട് കുറയുമല്ലോ. അത് ശരി. അപ്പോൾ നീ അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് ഇത് അല്ലേ? അതും കൂടി കണക്കിലെടുക്കണമല്ലോ അച്ഛാ. അങ്ങേയറ്റം ഒരാഴ്ച. അലീനയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ബാലചന്ദ്രമേനോന്റെ മനസ്സിൽ ഒരു പിടച്ചിലുണ്ടായി. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഒരു ചോദ്യം വരികയാണ്. അലീന ഈ വീട് വിട്ടു പോകുവാൻ ഇനി ഒരാഴ്ച കൂടി മാത്രമാണെന്നോ? എങ്കിലും പെട്ടെന്ന് ആ ചിന്തയിൽ നിന്നും വിമുക്തനായതിനു ശേഷം ബാലചന്ദ്രൻ പറയുകയാണ്, ജോലിക്കാര്യമൊക്കെ ഞാൻ മറ്റെവിടെങ്കിലും അന്വേഷിക്കാം. കിട്ടിയില്ലെങ്കിൽ മാത്രം നീ വേറെ വഴി നോക്കിയാൽ മതി. ശരി അച്ഛാ, ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും അച്ഛൻ 2 കാര്യങ്ങൾ ചെയ്തു വെക്കണം. അതെന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ബിഷപ്പ് ഹൗസിൽ പോയിട്ട് മാനേജർ അച്ഛനെ കണ്ട് രോഹിത്തിന്റെ പഠിപ്പ് കാര്യം ശരിയാക്കണം. 2, എന്നെ ഒരാഴ്ചക്കകം ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയാണ് എന്നുള്ള വിവരം കൊല്ലപ്പള്ളിക്കാരെ അറിയിക്കണം. അവർ വക്കീലിനെ കാണുകയും ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്യുന്നതിന് മുൻപേ നമ്മളത് ചെയ്യണ്ടേ? ബാലചന്ദ്രമേനോന്റെ മുഖം മ്ലാനമായി. അയാളുടെ മുഖത്ത് അസ്വസ്ഥത പടരുന്നത് കണ്ട് അലീന പറയുകയാണ്, ഒരാഴ്ചക്കുള്ളിലെങ്കിലും എല്ലാം ശരിയാക്കണം അച്ഛാ, നീട്ടിക്കൊണ്ട് പോകണ്ട. ബാലചന്ദ്രമേനോൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. ഞങ്ങൾ പോയി വരട്ടെ അച്ഛാ. നിങ്ങൾ 2 ആളും തനിച്ചിവിടുന്ന് ഇറങ്ങണ്ട. ബസ് സ്റ്റാൻഡ് വരെ ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം. ഇത് പറഞ്ഞ് അദ്ദേഹം ഡ്രസ് മാറുവാൻ വേണ്ടി കയറി. ഈ സമയത്ത് അലീന 2 ദിവസത്തെ ഗൃഹഭരണമെല്ലാം ബബിതയെ പറഞ്ഞേൽപ്പിച്ചു. അപ്പോഴേക്കും ബാലചന്ദ്രമേനോൻ ഡ്രസ്സ് മാറി വന്നു. രോഹിത്തിനെയും അലീനയും എറണാകുളം ബസ്സിൽ കയറ്റി വിട്ട ശേഷം ബാലചന്ദ്രമേനോൻ തിരിച്ച് ജ്വല്ലറിയിലേക്ക് എത്തി. തന്റെ ക്യാബിനിൽ കയറി റിവോൾവിംഗ് ചെയറിൽ അല്പനേരം ചിന്താധീനനായി അങ്ങനെ ഇരുന്നു. പിന്നെ മൊബൈൽ ഫോൺ എടുത്ത് നമ്പർ പ്രസ് ചെയ്ത് ഇയർഫോൺ കാതിൽ തിരികെ കാത്തിരുന്നു. 2-3 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അങ്ങേ തലക്കൽ നിന്നും ശിവശങ്കരമേനോന്റെ പരുക്കൻ ശബ്ദം. എന്താ ബാലേന്ദ്ര വിളിച്ചത്? ഞാനൊരു വിവരം പറയാൻ വേണ്ടി വിളിച്ചതാണ്. പറഞ്ഞോളൂ. അലീനയെ ഞാൻ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ നിനക്ക് സൽബുദ്ധി തോന്നിയോ? സൽബുദ്ധി അല്ല ശിവേട്ട, ദുർബുദ്ധി. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. എന്നാണ് നീ അവളെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഒരാഴ്ചക്കുള്ളിൽ. ജയന്തിയോട് എനിക്കിത് പറയാമല്ലോ അല്ലേ? അവള് ഒരു അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ബാലേന്ദ്രമേനോന്റെ പാദം മുതൽ ഒരു പെരുപ്പ് പടർന്നങ്ങ് കയറി. അവജ്ഞയും വിദ്വേഷവും എല്ലാം അതിലടങ്ങിയിരുന്നു. ബാലചന്ദ്രമേനോൻ പരുക്കൻ ശബ്ദത്തോടെ പറയുകയാണ്, അലീനയുടെ കുറ്റം കൊണ്ട് അവൾക്ക് വിവാഹമോചനത്തിലേക്ക് പോകേണ്ടി വരില്ല എന്ന് അവളോട് പറഞ്ഞേക്ക്. ശരി. അലീന എവിടേക്കാണ് നീ പറഞ്ഞയക്കുന്നത്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്ല ബാലേന്ദ്ര, അത് വേണമല്ലോ ആദ്യം ആലോചിക്കാൻ. ജയന്തിക്ക് കൂടി സ്വീകാര്യമായ ഒരു സ്ഥലമായിരിക്കണ്ടേ? അത്രയും കേട്ടപ്പോഴേക്കും ബാലചന്ദ്രൻ ഒരു പരിഹാസത്തോടെ ചോദിക്കുകയാണ്, അപ്പൊ അതും നോക്കണമല്ലേ ഞാൻ? അവളെ എങ്ങോട്ട് പറഞ്ഞു വിടുന്നതായിരിക്കും അവൾക്ക് തൃപ്തികരമെന്ന് അവളോട് തന്നെ ചോദിക്ക്. സ്വർഗത്തിലേക്ക് വിടണോ അതോ പാതാളത്തിലേക്ക് വിടണോ എന്നൊക്കെ അവൾ തന്നെ തീരുമാനിക്കട്ടെ. ബാലേന്ദ്ര, ഞാൻ പറഞ്ഞത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണമെന്നുള്ളത് മാത്രമാണ്. ശരി. ഞാനൊരു സ്ഥലമൊക്കെ ആലോചിക്കുന്നുണ്ട്. അത് പുനലൂരിനടുത്താണ്. അത് ശരി. അവിടെ ബാലചന്ദ്രന് ആരാണുള്ളത്?
ഏയ് എനിക്കവിടെ ആരുമില്ല. പക്ഷേ എൻ്റെ ഭാര്യയുടെ മുൻ കാമുകൻ അവിടെ എവിടെയോ ആണ് താമസിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്റ്റാൻലി ജോസഫ് 23 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്ര കന്റോൺമെന്റിലെ ക്യാപ്റ്റൻ ആയിരുന്നു. ഇപ്പോൾ ആൾ എവിടെ ഉണ്ട് എന്നെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അയാൾക്കൊരു ജോലിക്കാരിയെ ആവശ്യമുണ്ടെങ്കിൽ ഈ പെങ്കൊച്ചിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാം. ആ സ്ഥലം സ്വീകാര്യമല്ലെന്ന് ഇനിയിപ്പോൾ ശിവേട്ടന്റെ പെങ്ങൾ പറയുവോ ആവോ? ശിവശങ്കര മേനോന്റെ ശബ്ദമില്ല. ശ്വാസം കഴിക്കുന്ന ഒച്ച പോലുമില്ല. ഹലോ, ശിവേട്ടൻ ഉണ്ടോ ലൈനിൽ? അതോ കട്ടായോ? ബാലേന്ദ്ര, ഞാൻ കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞോളൂ. ആ, അവിടെ കൊണ്ടുപോയി അലീനയെ താമസിപ്പിക്കരുത് എന്ന് ജയന്തി പറയാൻ സാധ്യതയില്ല അല്ലേ ശിവേട്ട? ബാലേന്ദ്ര പ്ലീസ്, നീ അങ്ങനെ ഒരാളെ കണ്ടുവെന്ന് പോലും ജയന്തി ഒരിക്കലും അറിയരുത്. അറിയിക്കണമെന്ന് ശിവേട്ടൻ തന്നെ അല്ലേ എന്നോട് പറഞ്ഞത്? ബാലേന്ദ്ര, നീ നോക്കിയിട്ട് അലീനയെ മാറ്റി താമസിപ്പിക്കാൻ വേറൊരു സ്ഥലവും കണ്ടില്ലേ? ഇല്ല ശിവേട്ട, എനിക്ക് അലീനയെ അവിടെ താമസിപ്പിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ഇന്ന് തന്നെ അയാളെ അന്വേഷിച്ച് പോകാൻ തുടങ്ങുകയാണ്. ഒരു ഞെട്ടലോടെ വീണ്ടും ശിവശങ്കര മേനോൻ ചോദിക്കുകയാണ്, ആരെ? ആ, ക്യാപ്റ്റൻ സ്റ്റാൻലി ജോസഫിനെ. ബാലചന്ദ്ര മേനോൻ ഒരടക്ക ചിരിയോടുകൂടി പറഞ്ഞു. അതിൽ ഒരു പ്രതികാര ധ്വനി കലർന്നിരുന്നു.